എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം പവിത്ര അരുണും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പവിത്രയോട് പവിത്ര കുറച്ച് സമയം പുറത്ത് നിൽക്കാനായിട്ട് പറയാണ്. അപ്പോൾ ഡോക്ടർ വിളിപ്പിച്ചാണ് അരുണിനെ. അപ്പോൾ അരുണിനെ വിളിപ്പിച്ച് കഴിഞ്ഞപ്പം പവിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പവിത്രയോട് പുറത്ത് നിൽക്കാനായിട്ട് ഡോക്ടർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പവിത്ര പുറത്തേക്ക് പോയി. പവിത്രയുടെ നെഞ്ചു കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, തൻ്റെ ഇനി വയറ്റിൽ ഉള്ളത് കള്ളഗർഭമാണെന്നുള്ള കാര്യം അരുണേട്ടനോട് പറയാനാണോ ഡോക്ടർ തന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അരുണേട്ടൻ വന്നു കഴിയുമ്പം തൻ്റെ ജീവൻ പോയത് തന്നെ. താൻ എന്ത് വലിയ കളിയാന്നുള്ള സത്യം അരുണേട്ടൻ തിരിച്ചറിയാനായിട്ട് പോകുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പവിത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. വല്ലാത്ത വിഷമവും ടെൻഷനൊക്കെ കയറി. അങ്ങനെയൊന്നും ആയിരിക്കില്ലേ, ആ കനകമ്മയുടെ വാക്കുകൾ കേൾക്കാൻ പോയതാ തനിക്കിപ്പോൾ ഇത്രയും പ്രശ്നമായി തീർന്നേ. അതൊക്കെ ഓർത്തിട്ട് സകല നിയന്ത്രണം വിട്ടുപോയി പവിത്രയ്ക്ക്. ഈ സമയം ഡോക്ടർ അരുണിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അരുണിന് വിഷമം തോന്നില്ലെന്ന് പറയണേ. എന്താ ഡോക്ടറെ, കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞോ. ഇപ്പം ഞങ്ങൾക്കാണ് സന്തോഷകരമായൊരു സമയമാണെന്ന് പറയണം. പിന്നീടാണ് ഡോക്ടർ ആ കാര്യം പറയുന്നത്. ഞങ്ങൾ പരിശോധിച്ച് നോക്കിയില്ല, കുഴപ്പം പവിത്രയ്ക്കല്ല, കുഴപ്പം അരുണിനാണ്. അരുണിന് അച്ഛനാകാണ്ട് സാധിക്കില്ല എന്ന് പറയണം. ഒരു നിമിഷം ഇടിവെട്ടേറ്റ അവസ്ഥയായിപ്പോയി അരുണിന്. കാരണം പവിത്ര ഗർഭിണിയാന്ന് പറഞ്ഞ് കള്ളനാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തനിക്കൊരു അച്ഛനാകാൻ പറ്റില്ലെന്നുള്ള സത്യം പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെങ്ങനെ ഗർഭിണിയാവും? ഇത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അരുണിൻ്റെ ടെൻഷനായിപ്പോയി. അരുണിൻ്റെ മുഖമും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ കരുതിയത് എന്താ, ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ടെൻഷൻ ആയിരിക്കുന്നത്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അരുൺ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അതാ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. കൂളായിട്ടിരിക്കുക, നമുക്ക് കുറച്ച് ചികിത്സകളൊക്കെ നടത്താം. അതിനുശേഷം ഒരു പക്ഷേങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. ഒരു കുഞ്ഞിനൊക്കെ പിറക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു, ഡോക്ടറെ പറഞ്ഞ് സത്യമാണെന്ന് ചോദിക്കും. അതെ, ഞങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഇൻഫെർട്ടിലിറ്റി സെൻ്റർ അല്ലേ, അപ്പം അതുകൊണ്ട് രണ്ടുപേരും പരിശോധിക്കുമല്ലോ. പവിത്രയ്ക്ക് കുഴപ്പമില്ലാന്ന് ആകണ്ടേ. പക്ഷേ അരുണിൻ്റെ കാര്യത്തിലാണ് ഇച്ചിരി പ്രശ്നമുള്ളതെന്ന് പറയണം. ചികിത്സ കൊണ്ട് ഭേദമാക്കാവുന്ന കാര്യങ്ങളും ഉള്ളെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, നമുക്ക് പരിശ്രമിക്കാമെന്നൊക്കെ പറയണം. പക്ഷെ അത് എത്രത്തോളം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. അല്ല പിന്നെ എന്തിനാ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ? ഞാൻ അരുണിനെ മാത്രമല്ല വിളിപ്പിച്ചത്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാ വന്നതെന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അരുണിന് പിന്നെ എന്തും മറുപടി പറയാൻ നടത്തില്ല. ഭാര്യ പ്രഗ്നൻ്റ് ആയിട്ട് കാണാൻ വന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് വിചാരിക്കും? പവിത്രനെക്കുറിച്ച് മോശമായിട്ട് രീതിയല്ലേ അയാളുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പറയാതിരിക്കുന്ന ബുദ്ധിന്ന് തോന്നി. പിന്നീട് അരുൺ പറഞ്ഞേ, ഞാൻ വന്നപ്പോൾ ആ കൂടെ അവളും കൂടെ വരണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നാന്ന് പറയണേ. ഇതേപ്പോൾ ഡോക്ടർ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഈ രഹസ്യം മനസ്സിൽ മാത്രം ഒളിപ്പിച്ചാൽ മതി, ഭാര്യയോട് പറയണ്ട. ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കും വിഷമാവത്തില്ലെന്ന് ചോദിക്കുക. പെട്ടെന്ന് തന്നെ അരുൺ പറഞ്ഞു, ശരി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും തല ഇറങ്ങുന്ന പോലെ തോന്നി. ഇതെങ്ങനെ പവിത്രയോട് പറയാൻ പറ്റും? അതുമാത്രമല്ല, അവൾ തന്നെ വഞ്ചിക്കുകയാണ് ഇത്രയും കാലം. അങ്ങനെയാണെങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനാരാ? ഇന്നാൾ ആ രത്നാരം പറഞ്ഞ പോലെ അവളുടെ ആദ്യ ഭർത്താവുമായിട്ട് അവൾക്ക് വല്ല കണക്ഷൻ ഉണ്ടോ? അപ്പം അതിൻ്റെ വിത്താണ് അവളുടെ വയറ്റിൽ വളരുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സമ്മതമായിട്ടുന്ന പോലെ തോന്നി. അങ്ങനെ അരുൺ പുറത്ത് വന്നപ്പോഴത്തേനും പവിത്ര അങ്ങോട്ട് ഓടിച്ചു നിന്നിട്ട് ചോദിച്ചു, എന്താ അരുണേട്ടാ, എന്താ കാര്യം ചോദിക്കുക. പക്ഷെ അരുണിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പവിത്രയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ദൈവമേ, തൻ്റെ ഗർഭനാടകം പൊളിഞ്ഞെന്ന് തോന്നി. അതുകൊണ്ട് അരുണേട്ടൻ ഇങ്ങനെയൊക്കെ. ഈ സമയം അരുൺ മനസ്സിൽ ചിന്തിച്ചു, ഇവരോട് സത്യങ്ങൾ ഇപ്പം തുറന്നു പറയണം. വേണ്ട, ഇപ്പം താനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ്. പോരാത്തിന് തനിക്കൊരു കുഞ്ഞ് ഉണ്ടാകത്തില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സങ്കടമായിരിക്കും. തൽക്കാലം ഇതിവിടെ നിൽക്കട്ടെ, ആ പറയാൻ പോകണ്ട എന്ന് വിചാരിച്ച് അരുൺ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം പവിത്രയും കൂടെ വീട്ടിലേക്ക് പോരുക. പോരുന്ന വഴിക്കൊന്നും അരുൺ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. പവിത്രയിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനിയിപ്പോൾ അരുണേട്ടൻ ആ സത്യങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ തന്നോട് ചോദിക്കേണ്ട, പക്ഷെ ചോദിക്കുന്നുമില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് മാത്രം പവിത്രയ്ക്ക് മനസ്സിലായില്ല. ആ സമയം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആകെപ്പാടെ ടെൻഷനിലായിരുന്നു ഗൗതം. ഗൗരിയുടെ വാക്കുകളാണല്ലോ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, നന്ദുൻ്റെ പപ്പായ്ക്ക് എന്നെ ദത്തെടുത്തൂടെ? അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പപ്പാനെ ദത്തെടുത്തോളാം, എൻ്റെ പപ്പായിട്ട് ദത്തെടുത്തോളാം എന്ന് ആ കുഞ്ഞങ്ങനെ പറയണമെങ്കിൽ അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അവളുടെ അച്ഛനെ കാണാനായിട്ട്. ഒരച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാതെ വളർന്നുകൊണ്ടുള്ള ഒരു വിഷമമായിരിക്കും അവൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി വന്നിട്ട് ചോദിച്ചു, എന്താ ഗൗതം എന്താ ഭയങ്കര ആലോചനയുള്ളതെന്ന് പറയണം. അത് ഞാൻ പിന്നെ ഗൗരിയുടെ കാര്യം ഓർത്തിട്ട്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. പാവം മോള്, അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തോന്നുന്നു പറയണം. ഗൗതം പറഞ്ഞു, അത് ശരിയാ, കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം അവളോട് ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല. നിർമ്മല എന്നുള്ള കാര്യം നന്ദ മറച്ചു വെച്ചിരിക്കുകയെന്നാ തോന്നുന്നേ എന്ന് പറയണം. അവൾ എന്തിനു വേണ്ടി ഇതിങ്ങനെ മറച്ചു വെക്കുന്നേ? അത് മാത്രം എനിക്ക് മനസ്സിലാകത്തുള്ളെന്നൊക്കെ ഗൗതം പറയണം. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, എന്തേലും ഒരു റീസൺ നന്ദയ്ക്ക് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും നന്ദി അത് പറയാത്തതെന്ന് പറയാം. എന്നാലും അവളുടെ ചോദ്യം കേട്ടോ, ഞാൻ അവളെ ദത്തെടുക്കണമെന്ന്, അവളെ മകളായിട്ട് സ്വീകരിക്കണമെന്ന്. അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു.
നന്ദു വന്നിട്ട് പറഞ്ഞു, ഗൗരി പറഞ്ഞു കേട്ടില്ലായിരുന്നു പപ്പ നമുക്ക് ഗൗരീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അവളുടെ അമ്മയില്ലേ അവളെ നോക്കാനായിട്ട്, പിന്നെ എങ്ങനെ ശരിയാവും? അല്ല ഗൗരി പറഞ്ഞല്ലോ ഗൗരീനെ ദത്തെടുക്കാന്ന്, അപ്പം എന്നെ ദത്തെടുത്ത പോലെ അവളെയും ദത്തെടുത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അതെങ്ങനെ ശരിയാകും നന്ദുമോനെ? അവൾക്ക് അവളുടെ അമ്മയുണ്ടല്ലോ, അവളുടെ അമ്മ സമ്മതിക്കേണ്ടതെന്ന് ചോദിക്കും. അതിൻ്റെ കാര്യം ചെയ്യാം, നമുക്കേ ഡോക്ടർ ആൻറ്റിയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അപ്പം പിന്നെ ഞാൻ പ്രശ്നത്തിനൊരു പരിഹാരം ആവുമല്ലോ. ഡോക്ടർ ആൻറ്റി വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഗൗരി ഡോക്ടർ ആൻറ്റി ഇവിടെ തന്നെ താമസിക്കട്ടെ, നമുക്ക് അവരെ രണ്ടുപേരും കൂടെ അങ്ങ് ദത്തെടുക്കാമെന്ന് പറയണം. ഒരു നിമിഷം പിങ്കിയുടെ ചങ്ക് തകർന്നു പോയി. പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല. ഗൗതം പിങ്കിയെ ഒന്ന് നോക്കുകയാണ്. പിന്നീട് നന്ദുനോട് പറഞ്ഞു, നന്ദു അതൊന്നും ശരിയാകുന്ന കാര്യമല്ല, അതിനെക്കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാം. എന്താ പപ്പ ഇങ്ങനെ? ഗൗരിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിട്ടല്ലേ? ഗൗരിയുടെ പപ്പ ആരെന്ന് പോലും ഗൗരിക്ക് അറിയത്തില്ല. പാവം ഗൗരി, എനിക്ക് സങ്കടം വന്നു. എന്താ പപ്പായ്ക്ക് അവളെയും കൂടെ ദത്തെടുത്താൽ കുഴപ്പമെന്താ എന്ന് ചോദിക്കുകയാണ്. ദേ ചെറിയ വയലെ വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ, നീ കയറി പോകാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചീത്തോറിഞ്ഞ് ഓടിക്കുകയാണ്. ഈ പപ്പായ്ക്ക് ഇതെന്താ? അത് ഞാൻ വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഗൗരി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. ആ സമയം പിങ്കി ഗൗതത്തിനോട് പറഞ്ഞു, അവനെ തടഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞേ, ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. ഗൗതം പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ തീരും? നന്ദു ഇനി ഇത് പറഞ്ഞിട്ടായിരിക്കും വാശി പിടിക്കാനായിട്ട് പോകുന്നേ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് ഗൗരിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്തോ അതിനോട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നണമെന്ന് പറയണം. പിങ്കി പറഞ്ഞു, അതുപോലെ തന്നെ എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനി അവൾ പോകുകയാണല്ലോ എന്ന് ഓർത്ത് ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതുവരെയായിട്ടും അവളുടെ അച്ഛനെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് സത്യം. നിർമ്മലാണെങ്കിൽ അത് നന്ദിക്ക് അങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? എങ്കിൽ അവൾ ഇത്രമാത്രം വേദനിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയണം. പിന്നീട് ഗൗതം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ഇങ്ങനെ ആലോചിക്കുക, ഇത് എവിടെ എത്തി നിൽക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ നന്ദമായി ശാഠ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൗരിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഗൗതം കരുതും. അങ്ങനെയാണെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ. തൻ്റെ ഈ വീട്ടിലെ സ്ഥാനം പോകുവാണോ? അങ്ങനെയാണ് തനിക്ക് ഒരിക്കലും ഇനി ഗൗതത്തിൻ്റെ ഭാര്യയാകാൻ പറ്റില്ല എങ്ങനെയൊരു ചിന്തയൊക്കെ പിങ്കിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതിപ്പം താനായിട്ട് പോയി ഒരേ പുൽവാലകളൊക്കെ ഒപ്പിച്ചു വെച്ചാണ്. നന്ദയുടെ പാട്ടിനങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ തൻ്റെ നിർബന്ധനം വഴിയിട്ടാണ് നന്ദുവിനെ വീണ്ടും ചികിത്സിക്കാൻ തന്നെ ഗൗതം തീരുമാനിച്ചു. തന്നെ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയൊക്കെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ നന്ദയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും നന്ദി ഇപ്പോൾ ഇതിന് ഉൾക്കൊള്ളിട്ടുണ്ടായിരിക്കുക? കാരണം അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് ഗൗരി അതൊക്കെ പറഞ്ഞൊക്കെ തന്നെ. നന്ദിക്ക് ഒട്ടിക്കൽ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അതൊക്കെ പിങ്കിയുടെ മനസ്സിലേക്ക് വന്നു. ഈ സമയം നന്ദി ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. നന്ദിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇന്നൊരു ദിവസം കൂടെ ഉണ്ട് പോകാൻ, നാളെ പോവുകയാണ് തിരികെ ശാന്തിപുരത്തിന് തന്നെ. പക്ഷെ ഗൗരിമോൾ ഇത്ര കടന്ന് ചിന്തിക്കുന്നു, ഇത്ര പറയുന്നു പ്രതീക്ഷയില്ല. അവൾക്ക് അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല നിർമ്മല പറഞ്ഞ ആ വാക്കുകൾ, ഒരു ലോറി അങ്കിളാണ് തൻ്റെ അച്ഛനെന്ന് പറയാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നില്ല. അവളുടെ മനസ്സിൽ ഗൗതമിനെ പോലെ ഒരു അച്ഛനായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അവളുടെ ആഗ്രഹം പോലെ തന്നെയാണുള്ള കാര്യങ്ങളൊക്കെ. ഗൗതമേട്ടൻ ഭർത്താവാണല്ലോ, പക്ഷെ തൻ്റെ ഭർത്താവാണല്ലോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ അച്ഛനാന്നുള്ള കാര്യം തനിക്ക് വെളിപ്പെടുത്താണ്ട് പറ്റില്ല. അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പല വിപത്തിലേക്കും ചെന്ന് കലാശിക്കുള്ളൂ. എന്ത് ചെയ്യണം എൻ്റെ ഭഗവാനെ? തൻ്റെ കുഞ്ഞിനോട് താൻ വലിയ ദ്രോഹമാണല്ലോ ചെയ്യുന്ന ഓർത്ത് ഇനിയിപ്പോൾ നന്ദയുടെ കണ്ണുകൾ അറിയാൻ അറിഞ്ഞൊഴുകി. അവളെ തല്ലിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. അവൾ ഈ പ്രായത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അതിന് ഉത്തരം കൊടുക്കാണ്ട് താൻ ബാധ്യസ്ഥയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? തനിക്കിപ്പോൾ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? അതൊക്കെ ഓർത്തിട്ട് നന്ദയുടെ സമ്മതമേറ്റ് നന്ദി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിർമ്മൽ പോയി കാണുന്നുണ്ട് ഗൗതത്തിനെ, സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.